അസ്സലാമു അലൈക്കും. 2018 നമ്മുടെ മധ്യ കേരളത്തിൽ ആലുവയും പരിസരങ്ങളിലുമൊക്കെ പ്രളയമുണ്ടായത് നമുക്കൊക്കെ മറക്കാനായിട്ടില്ല. ആ സമയത്ത് ആലുവയുടെ തൊട്ടടുത്ത് കൊടികുത്തുമല എന്ന് പറയുന്ന മഹല്ലില് ഞാനും മുത്തഅല്ലിമീങ്ങളുമൊക്കെ സേവകന്മാരായി ദർസിലായി കഴിഞ്ഞുകൂടുന്നവരാണ്. ഈ 2018 പ്രളയം വരുന്നതിന് മുമ്പുള്ള സമയം ഞാൻ നിന്ന മഹല്ലടക്കം പരിസരങ്ങളിലൊക്കെ ഓരോ ഇടവഴികളിലും ഒരു പോസ്റ്റർ, ഒരു ഫ്ലക്സ് ബോർഡൊക്കെ കാണാൻ പറ്റും. യാചക നിരോധിത മേഖല. ഓരോ റെസിഡൻസ് അസോസിയേഷനുകൾ, ഓരോ പരിസരങ്ങളിലുള്ള കുടുംബ യൂണിറ്റുകൾ അവരുടെ വകയായിക്കൊണ്ട് ഓരോ പ്രദേശങ്ങളിലും യാചക നിരോധിത മേഖല എന്ന് പറയുന്ന ബാനറുകൾ, ഫ്ലക്സ് ബോർഡുകളൊക്കെ കൂടുതലായി വന്നൊരു സമയമായിരുന്നു അത്. അതിന് കാരണവുമുണ്ട്. യാചക വേഷത്തിൽ വരുന്ന ചിലർ കവർച്ചകളും തട്ടിക്കൊണ്ടുപോക്കുകളും ഒക്കെ അവിടെ വർദ്ധിച്ച സമയത്താണ് ആ പരിസരങ്ങളിലുള്ള കൂട്ടായ്മകൾ, ഓരോ പ്രദേശത്ത് ഒരു മഹല്ലിൽ തന്നെ ഒരുപാട് റെസിഡൻസ് കൂട്ടായ്മകൾ ഉണ്ടാവും. അവരൊക്കെ ചേർന്ന് അവരുടെ ഏരിയകളിലൊക്കെ ഇങ്ങനെ ബോർഡ് വെക്കുകയാണ്. അതിനെ തുടർന്നുകൊണ്ട് യാചകന്മാരാരും ആ വഴിക്ക് വരില്ല. സത്യസന്ധന്മാരായ പാവപ്പെട്ടവർ പോലും ആ വഴിക്ക് വരികയോ നീ വന്നാൽ തന്നെ ഇവിടെ ഞങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടക്കി വിടുന്ന സാഹചര്യം ആ 2018 തൊട്ടു മുമ്പുള്ള സമയങ്ങളിലൊക്കെ ആ പ്രദേശങ്ങളിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വലിയ പ്രളയം വന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ട് കോടികളുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ച് ആ പ്രദേശത്ത് അല്ലാഹുവിന്റെ വലിയ പരീക്ഷണം വന്നിറങ്ങിയത്. യഥാർത്ഥത്തിൽ ബഹുമാനികളെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വീടുകളിലേക്ക് വരുന്ന യാചകന്മാർ, നമ്മുടെ നാടുകളിലേക്ക് സഹായം ചോദിച്ചു വരുന്നവർ, നമ്മുടെ പള്ളികളിലേക്ക് പ്രയാസങ്ങൾ പറഞ്ഞ്, ഇന്നലെ ഒരു വ്യക്തി ഇവിടെ വന്നിരുന്നു മഗ്‌രിബിന്റെ ടൈമിൽ. അന്ന് മഗ്‌രിബിന് പങ്കെടുത്തവർക്കറിയാം. അദ്ദേഹം എക്സ്പോർട്ട് ബിസിനസ് നടത്തിയിരുന്ന വ്യക്തിയാണ്. ദേവാലക്കര നമ്മുടെ മുഅദ്ദിൻ ഉസ്താദിന്റെ വീടിന്റെ അടുത്താണ് അല്ലെ, കോഴിവിള. ഉസ്താദിനൊക്കെ പരിചയമുള്ള വ്യക്തിയാണ്. അന്ന് അക്കാലഘട്ടത്തിൽ പല പള്ളിയുടെയും നിർമ്മാണത്തിൽ കാര്യമായി വലിയ സംഖ്യകൾ കൊടുത്ത് സഹായിക്കുകയും കരുനാഗപ്പള്ളി പരിസരങ്ങളിൽ പള്ളികൾക്ക് വരുമാനമുണ്ടാക്കാൻ വേണ്ടി ഓഡിറ്റോറിയങ്ങൾ പണിയുമ്പോൾ അതിലൊക്കെ വലിയ ഫണ്ട് ചെലവഴിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇന്നലെ യാചകനായിക്കൊണ്ട് തന്റെ സങ്കടം പറഞ്ഞുകൊണ്ട് നമ്മുടെ ജമാഅത്തിൽ മഗ്‌രിബിന്റെ ടൈമിൽ വന്നത്. ബഹുമാനികളെ, അല്ലാഹുവിനൊന്നും പണിയില്ല. നമ്മളൊക്കെ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. നമ്മുടെ സമ്പത്തോ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ ശക്തിയോ ഒന്നും പറഞ്ഞ് നമുക്കാർക്കും ഒരു ഡമ്പും ഒരു അഹങ്കാരവും ഒരു പെരുമയും ഒന്നും നടിക്കാൻ യാതൊരു അർഹതയുമില്ലെന്ന് കാണിച്ചു തരുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇത്തരം സംഭവങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ യാചിച്ചു വരുന്നവർ, സഹായം തേടി വരുന്നവർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവും. നമ്മൾ പള്ളിയിലേക്ക് വരും. നാം അവരെയൊന്നും വെറുതെ മടക്കരുത്. അതിൽ ചൂഷണം ചെയ്യുന്നവരുണ്ടാകും എന്ന് കരുതി സാധുക്കളായി വരുന്നവരെ മുഴുവനും നാം ആ ഒരു കണ്ണോടെ കാണരുത്. പ്രത്യേകിച്ച് പരിശുദ്ധ റമദാൻ മാസത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, കുതിരപ്പുറത്ത് കയറിയിട്ട് വന്നിട്ടാണ് നിന്നോട് യാചിക്കുന്നതെങ്കിലും കുതിരപ്പുറത്ത് കുതിരപ്പുറം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ബെൻസാണ്. ഇന്നത്തെ ലക്ഷറി വാഹനമാകുന്ന ബെൻസ് പോലെ, ഓടി പോലെയുള്ള വിലപിടിപ്പുള്ള വാഹനമാണ് കുതിരയാണ് അന്ന് ഏറ്റവും വലിയ മുന്തിയ വാഹനം. ആ കുതിരപ്പുറത്ത് കയറി വന്നിട്ട് നിന്നോട് യാചിക്കുകയാണെങ്കിലും അവന് നീ കൊടുക്കണം. അവനിക്ക് കൊടുക്കേണ്ട ഹക്ക് നിന്റെ അടുക്കൽ ഉണ്ടായത് കൊണ്ടാണ് അവൻ വന്ന് യാചിക്കുന്നതെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ ഒരു അവിശ്വാസത്തിന്റെ കണ്ണോടെ
യാചിക്കുന്നവരെ നോക്കേണ്ടതില്ല, കാണേണ്ടതില്ല. അവർ വന്ന് ചോദിച്ചാൽ കൊടുക്കണം. ആ കൊടുതി കൊണ്ട് പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ പള്ളികളിൽ സംഭാവന നേർച്ച കുറ്റികളുടെ മുകളിലൊക്കെ എഴുതി വെച്ചിരുന്ന പൊതുവായ ഒരു വചനമാണിത്, നബിതങ്ങളുടെ വചനമാണ്. അസ്വദഖത്തുറത്തുൽ ബലായ, സ്വതക്കകൾ ബലാഉകളെ കടക്കും. സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ ബലാഉകൾ ഉയർത്തിക്കളയും. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു തീരുമാനിച്ചിരുന്ന ബലാഹ്, നമ്മുടെ നാട്ടിൽ അള്ളാഹു തീരുമാനിച്ചിരുന്ന വലിയ മുസീബത്ത് നാം കൊടുക്കുന്ന ചെറിയ ചെറിയ സ്വതക്കകൾ കൊണ്ട് ഉയർത്തിക്കളയുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. സ്വതക്ക കൊണ്ട് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് മഗ്ഫിറത്തിന്റെ പത്താണ്. സ്വതക്കകളെ കൊണ്ട് നമ്മുടെ പാപം അല്ലാഹു പുറത്തു തരുമെന്നത് അല്ലാഹു ഏറ്റൊരു കാര്യമാണ്. സ്വതക്കകളെ കൊണ്ട് നമ്മുടെ പാപം അല്ലാഹു പുറത്തു തരും. സ്വതക്കകളെ കൊണ്ട് അള്ളാഹുവിന്റെ കോപം തണുപ്പിക്കും. അള്ളാഹുവിന്റെ കോപം തണുപ്പിക്കപ്പെടാൻ ഒരു നല്ല പ്രതിവിധിയാണ് സ്വതക്ക എന്നുള്ളത്. സ്വതക്ക എന്നത് ചീത്ത മരണത്തെ തടയും. സ്വതക്ക കൊടുക്കുന്ന ആള് ചീത്ത മരണപ്പെടില്ല. അങ്ങനെ സ്വതക്കക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ബലാഉകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് 70 കവാടങ്ങളെ ഒരു സ്വതക്ക അടച്ചു കളയും. നാം ഒരു സ്വതക്ക കൊടുത്തു, ആ സ്വതക്ക കൊണ്ട് 70 ബലാ നമ്മെ തൊട്ട് അല്ലാഹു അടച്ചു കളയുകയാണ്. ആ 70 മുസീബത്തിന്റെ കവാടങ്ങളിൽ ഏറ്റവും നിസാരമായത് വെള്ളപ്പാണ്ടും കുഷ്ഠവുമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വെള്ളപ്പാണ്ടി എന്നത് അന്നത്തെ കാലത്തെ ഇന്ന് ക്യാൻസർ പോലെ അന്ന് കണ്ടിരുന്ന രോഗമാണ് വെള്ളപ്പാണ്ടും കുഷ്ഠവും. ഇന്നത് വലിയ രോഗമായി നമുക്ക് തോന്നൂല. അന്നത്തെ ക്യാൻസറുകളാണ് കുഷ്ഠവും വെള്ളപ്പാണ്ടും ഒക്കെ. ആ വെള്ളപ്പാണ്ടും കുഷ്ഠവുമാണ് സ്വതക്ക കാരണം അല്ലാഹു തടക്കുന്ന 70 മുസീബത്തുകളിൽ ഏറ്റവും ലളിതമായത് നിസാരമെന്ന് നബിതങ്ങൾ പറയുമ്പോ, സ്വതക്കയിൽ നാം ആരും അമാന്തിക്കരുത്, മടി കാണിക്കരുത്. പാവങ്ങൾ വന്ന് ചോദിക്കുമ്പോ കയ്യിൽ എന്താണോ ഉള്ളതിൽ നിന്നൊരു 10 രൂപ, വലിയ ധനികന്മാർ വലിയ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ ഉള്ളതിൽ നിന്ന് 1 രൂപ കൊടുത്താലും അത് സ്വതക്കയാ. ഇല്ലേ, ഇനി കൊടുക്കാൻ കയ്യിൽ ഒന്നുമില്ലേ, പുഞ്ചിരിച്ച് വർത്തമാനം പറഞ്ഞാൽ, സന്തോഷത്തോടെ വിശേഷം ചോദിച്ച് സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ടാൽ അതുവരെ സ്വതക്കയായി, ദാനമായി അല്ലാഹു പരിഗണിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് യാചിച്ചു വരുന്നവരോട് മുഖം കറുപ്പിക്കാൻ പാടില്ല, അവരോട് നീരസപ്പെടുന്ന വാക്ക് പറയാൻ പാടില്ല, അവരോട് ദേഷ്യപ്പെടാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് മടക്കി വിട്ടാലും ആ പറയുന്ന വാക്ക് സ്വതക്കയായി പരിഗണിക്കുമെന്ന് നിബിധങ്ങൾ പഠിപ്പിക്കുമ്പോ, ദാനധർമ്മത്തിന്റെ മാസമാകുന്ന പരിശുദ്ധ റമളാനിൽ കൊടുതിയുടെ വിഷയത്തിൽ മുഅ്മിനീങ്ങളെ നാം ഒക്കെ ശ്രദ്ധിക്കണം. നാം ഒക്കെ ശരിക്കും ആ വിഷയത്തിൽ ജാഗ്രതയുള്ളവരാകണം. പാവങ്ങൾ വരുമ്പോ അവരെയൊക്കെ ഒന്ന് പരിഗണിക്കണം. ഇന്ന് സമ്പന്നനായ നാം നാളെ ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കേണ്ട ഗതികേട് അല്ലാഹു നമുക്ക് തരാൻ ഒരു മാരക രോഗം വന്നാൽ മതി. അല്ലാഹു തആല നമ്മയൊക്കെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മയും, നമ്മുടെ തലമുറകളുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ ശിഷ്യന്മാരുണ്ട്, കുടുംബങ്ങളുണ്ട്, എല്ലാവരെയും അത്തരത്തിൽ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് യാചിക്കുന്ന അവസ്ഥകളെ തൊട്ട് ഈ പരിശുദ്ധ റമളാനിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.